ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ് ഇപ്പം നമ്മുടെ സഹോദരന് അപ്പുറത്തെ പാടത്ത് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കൊരു കാര്യം അവൻ്റെ ഓർമ്മയില്ല അവളെ കിടക്കുന്നത്. നമ്മുടെ സന്തോഷാണ് കാര്യം കൊണ്ടുവരുമോ? എന്താണ് വലിയ കാര്യമാണ്. അമ്പത് രൂപ ഇട്ടാൽ മതിയല്ലേ? 40 അപ്പൊ രാവിലെ തന്നെ വറക്ക്. നമ്മള് ചേട്ടായിയുടെ വള്ളത്തിലേക്ക് പോകാനായിട്ട് വലിയ റിസ്ക് ആകട്ടെ. ഈ വലിയ വള്ളത്തിൽ നമ്മൾ നടക്കണം. നൂൽപ്പാടത്ത് കൂടെ നടക്കുന്ന അതുകൂടാതെ നമുക്ക് 1-2 കമന്റ് വന്നത് നമ്മളെ അപ്പാപ്പി മീൻ പിടിക്കുന്ന വീഡിയോ മതിയെന്ന് പറയും. നമുക്ക് പണിക്ക് പോകാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ട്. എനിക്കാണെങ്കിൽ ഇന്നിപ്പം നമ്മുടെ വീടിൻ്റെ സൺസൈഡ് വാർക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ കാണത്തില്ല. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ ചെയ്താലേ നമുക്ക് വീഡിയോ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ അതുകൂടാതെ മറ്റുള്ളവരുടെ വീഡിയോ ചെയ്യുന്നതിൽ ആരും പരിഭവമൊന്നും കാണിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം എന്നെ കണക്ക് തന്നെയാണ് അവരും എന്നെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്നവർ. അപ്പോൾ അവരുടെ വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എടുക്കുന്നത് ഞാനായിരിക്കുമല്ലോ, അക്കാര്യത്തിൽ കാണുന്ന കാര്യമാണ്. അതുകൂടാതെ നമ്മൾ വീഡിയോ പോകുന്നത് നമ്മുടെ വീഡിയോ എടുക്കുന്ന ക്യാമറ ഇവിടെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉള്ള മീൻപിടുത്തത്തിൽ തന്നെ ഇപ്പോൾ തന്നെ മീൻപിടുത്തം നിർത്തിയോ, മീൻ പിടിക്കാൻ പോകണില്ലേ? അപ്പം ഇത് ചോദിക്കുന്നവർ എന്തുമാത്രം ശരിയായിട്ടാണ് ചോദിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഈ ചോദിക്കുന്നവരോട് ഞാൻ പറയാം, ഞാൻ ഇവിടെ ക്യാമറ വെച്ച് ഒരു വീഡിയോ പിടിക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ട് എന്നെ കിട്ടത്തില്ല, എൻ്റെ കൈ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്ന വീഡിയോയിലൊക്കെ നമ്മളുള്ള വീഡിയോ, നമ്മൾ ഇറങ്ങി മീൻ പിടിക്കുന്ന വീഡിയോ തന്നെയാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്തത്. അതുകൊണ്ട് യാദൃശ്യമായിട്ട് പിന്നെ എന്തെങ്കിലും കാര്യം പറയാൻ നേരത്താണ് പിന്നെ നമ്മുടെ നേരെ ക്യാമറ തിരിച്ചു വെച്ച് ഞാൻ എന്തെങ്കിലും കാര്യം പറയുന്നത്. അപ്പം നാം മീൻപിടുത്തമൊന്നും നിർത്തിവെച്ചും നമുക്കിപ്പോൾ മീൻപിടുത്തം നിർത്തിവെച്ചും നമുക്കിപ്പോൾ സ്വർണം തിരിയാൻ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ, അച്ഛൻ, എൻ്റെ ചേട്ടന്മാർ, എൻ്റെ മാമന്മാർ എല്ലാവരും മീൻ പിടിക്കാൻ പോകണവർ. അപ്പം മീൻപിടുത്തത്തിൽ എനിക്കൊരു കുറച്ചിലുമില്ല പോകുന്നതിലും വരുന്നതിലൊന്നും. പിന്നെ ഏതെങ്കിലും വയ്യാഴി ഉണ്ടെങ്കിൽ നമ്മൾ പോകാതിരിക്കും. അപ്പോഴും നമുക്ക് വീഡിയോ വേണമെങ്കിൽ മറ്റുള്ള എൻ്റെ സഹോദരന്മാർ മീൻ പിടിക്കുന്ന വീഡിയോ വന്നാലേ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വീഡിയോ കാണിക്കുന്നത്. നീ എന്തോ പറഞ്ഞാൽ ഞാൻ കേട്ടില്ലായിരുന്നു. ഇറങ്ങത്തില്ല. ഞാനങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഈ വള്ളത്തെ വെള്ളം കിടക്കുന്നതുകൊണ്ട് ഈ വള്ളം ഒലയും. ഞാനും കൂടെ ആ വള്ളത്തെ കയറിയ വള്ളം ഒലയാൻ നേരത്ത് അവൻ അത്രയും വലിച്ചിട്ട് അടുക്കുന്നില്ലല്ലോ. ഞാനും കൂടി ഈ വള്ളത്തെ കയറുവാണെങ്കിൽ ഈ വള്ളത്തെ കുറച്ച് വെള്ളം കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വെള്ളം കിടക്കുന്ന കാരണം വള്ളം ഇങ്ങനെ ഒലയും. നമ്മളിങ്ങനെ കയറാൻ നേരത്ത് തന്നെ ഈ വെള്ളം കണ്ട ഇങ്ങനെ ഒലയാൻ നേരത്ത് ഇത്രയും വെയിറ്റുമായിട്ട് വരുന്നതല്ല, ഈ വില്ലേക്കട നടന്നു പോകണതാണ്. ഈ വില്ലേക്കട നടന്നു പോകാൻ നേരത്ത് ബാലൻസ് കിട്ടത്തില്ല നമുക്ക്. കാരണം അത്രയും മീനും തോളെ വെച്ചോണ്ട് പോകണമല്ലോ, തോളെ വെച്ചോണ്ട് ഇതുവഴി പോകും. അതുകൂടാതെ നമ്മൾ കാലൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തെന്നും. അതുകൂടാതെ ഈ വള്ളം നെയ്യ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന വള്ളമാണ്, നെയ്യ് തേച്ച് നിർത്തിയിരിക്കുന്നത്, അതാണ് തെന്നും. അതുകൊണ്ടാണ് പുള്ളി ഇതിൻ്റെ അകത്ത് നമ്മളോട് കയറല്ലെന്ന് പറഞ്ഞു.
അപ്പാപ്പിയെക്കാട്ടും വലിയ മീൻപിടുത്തക്കാരൻ തന്നെ കേട്ടോ അപ്പാപ്പിയുടെ ചേട്ടൻ. അപ്പം മീൻപിടുത്തം ഒരു കുറച്ചായിട്ട് ഞങ്ങളാരും കാണുന്നുമില്ല. അപ്പം മറ്റുള്ളവരുടെ വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്, നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ്. കാരണം നമുക്ക് പുറത്ത് പണിതുകൊണ്ടിരുന്ന ഈ പണി ഇപ്പം നമുക്ക് പണിയാൻ പറ്റത്തില്ല. ഇപ്പം പണിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും. അതായത് മഴയും കൂടെ ഉണ്ടെങ്കിൽ കാറ്റും കൂടെ ആണെങ്കിൽ ഭയങ്കരമായിരിക്കും. നമുക്ക് വെള്ളത്തിൽ കണ്ടിന്യൂസ് കിടക്കാൻ പറ്റത്തില്ല. നമ്മൾ 10 മിനിറ്റ് കിടക്കുന്നതല്ലല്ലോ. രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിയാൽ നമ്മൾ 5 മണിക്കാണ് ഈ വെള്ളത്തിൽ നിന്ന് കയറുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, അത്ര തണുപ്പുണ്ട്. അപ്പോൾ ഇല്ല ആ മീൻ വെള്ളം അകന്ന് പോവുകയാണ്. നമുക്കിനി ഇറങ്ങുന്ന കാര്യമാണ് റിസ്ക്. എൻ്റെ പൊന്നെ ഭയങ്കര റിസ്ക്കായി ഇപ്പം. എൻ്റെ ഫോൺ ഇതും കാര്യം വേണ്ട കാര്യം. അപ്പം നമ്മളെ വാർത്തയുടെ വീഡിയോ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട് പണി എവിടം പറയാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചേട്ടാ ഈ മീൻ തിരിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി എവിടം പറയാമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് മീൻ തൂക്കുന്ന വീഡിയോയിലേക്ക് വരാം, മീൻ കൊടുക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊരു 350 കല്ലിറക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഇനി കെട്ടാനായിട്ട് മൊത്തം ഒരു 490 കല്ല് വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ നേരത്തെ ഇറക്കി വെച്ച കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൺസൈഡൊന്നും പണിതിട്ടൊന്നും ഇല്ലായിരുന്നു. സൺസൈഡ് പണിയാതെ തന്നെ അവിടെ ഒരു 4 കട്ടല്ല ആ കാക്ക ഇരിക്കുന്ന അവിടെ നമ്മൾ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് സൺസൈഡൊക്കെ പണിയാനായിട്ട്. അപ്പോൾ ഒരു ലോഡ് മെറ്റൽ ഇറക്കി, ഇനിയിപ്പോൾ ഒരു ലോഡ് എംസാൻഡ് വന്നു. അങ്ങോട്ട് വീണോട്ടെ. ഇനിയിപ്പോൾ വീഴോ. നമ്മളെ സഹോദരങ്ങൾ നമുക്ക് ലോഡ് ഇറക്കുന്നത് കേട്ടോ. എടാ നിന്റെ പേരെന്തോടാ? ശരത്ത്. ഞാൻ മറന്നുപോയതാ കേട്ടോ. വിഷ്ണു അവനാകട്ടാ ഡ്രൈവർ. അവനാണ് നമ്മുടെ ഇങ്ങോട്ട് കയറി വരാൻ ഒരു ചെറിയ വഴിയുണ്ട്, എന്നാലും 3 മീറ്റർ ഉണ്ട്. അതുവഴി ഓടിച്ച് നമ്മുടെ റോഡെല്ലാം വീട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് ഇറക്കി തന്നു. ഇല്ലെങ്കിൽ നമ്മൾ ആ റോഡേ വെക്കണമായിരുന്നു. റോഡേ വെച്ചാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഒരുപാട് നമുക്ക് പൈസയാവും. ഇതാകുമ്പോൾ നമ്മളെ മിറ്റത്ത് കൊണ്ടു തന്നു. അതെ ഇന്നിപ്പം സൺസൈഡും ചെക്കും ഒക്കെ പണിത് കേട്ടോ. നിന്നിട്ട് എല്ലാം നമ്മുടെ സഹോദരങ്ങൾ തന്നെ കേട്ടോ. നമ്മുടെ ആദ്യം തൊട്ട് നമ്മളിവിടെ കേട്ടോ നമ്മളെ പണി തുടങ്ങിയ അളിയാ നമ്മൾ പണി തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളെ ഗിരീഷ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും സഹോദരങ്ങളാണ്. നമ്മളെ കിളി നമ്മളെ സഹോദരന്മാർ ബംഗാളി അതിഥികൾ നമ്മളെ സഹോദരങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി പണിയുന്നുണ്ട് കേട്ടോ. അയ്യോ ദേ 2 സുനിലുമാരാണ് നിൽക്കുന്നത് കേട്ടോ. വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടാ അവനെ ബാലവേലക്ക് കേട്ടെടുക്കും. ശരിയാന്നും പറഞ്ഞ അവിടെ ഇറങ്ങുന്നത് ഇവിടെ വന്ന് വേണ്ട അടിമ പോയിരിക്കും. വലിയ വേദനയാന്ന് പറയാം അവിടെ പോയിരുന്നു. നല്ല ജീവിതം പാഴായി.
ഇതിൻ്റെ കാലിന് വയ്യ. അവൻ രാവിലെ വന്നപ്പോൾ അവൻ്റെ ഇന്നലെ കമ്പി കെട്ടിക്കൊണ്ടുവന്നപ്പോഴേ കാല് തട്ടി, കാലിൽ കമ്പി ഉണ്ട്, അവൻ്റെ കാല് വയ്യ. വീട് കഴിഞ്ഞു ശകലം പരിപാടി. വാ, നടന്നോ കുഞ്ഞി. എങ്ങനെ ഉണ്ടടി അപ്പാപ്പിയുടെ വീടൊന്നും വാ വാ വാ. നമുക്ക് ഇറങ്ങിയേക്കാം, ഇറങ്ങാം. നമ്മുടെ പിള്ളേർക്കും എല്ലാവർക്കും സന്തോഷമായിട്ട് ഇത്രയും കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായിരുന്നു. ഇതൊക്കെ പേടിയാണടി. അവളെ കുഞ്ഞിനെ പിടിച്ചോ. നമ്മുടെ വീടിന്റെ പരിപാടി ഇത്രയും പേരായി കേട്ടോ. നമ്മള് മീൻ കൊടുക്കുന്ന കടയുടെ കൂടെ ആയി കേട്ടോ. വെള്ളമില്ലാതെ കിടക്കുന്നത് വേണ്ട, തുള്ളി വെള്ളമില്ലാതെ കാര്യം മാത്രമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടായി ഒരു പാത്രത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ആ കാര്യം എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടായി ആ കാര്യം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം നമുക്ക് തൂക്കാനായിട്ട്. സന്ദീപ് ബ്രോ, സാരി ആ സ്ഥലത്തിലും കിടക്കുന്ന നമ്മളെ ആടോ. പിന്നെ ആ സ്ഥലത്തിൽ ക്യാമറ എടുത്തോ. ബ്രോ കാണാം. സാരി മാത്രമേ ഉള്ളൂ. വെള്ളം പൊക്കട്ടെ, വെള്ളം പൊക്കട്ടെ. ഒന്നിപ്പോ കാര്യം സൂം അങ്ങോട്ട് അടുപ്പിച്ചെന്ന് കളിച്ച് അടിപൊളി കാര്യം. നിങ്ങളുടെ നാട്ടിൽ കാരിക്ക് എന്തുവാ പറയുന്നത്? കടു കടു കടു. ഇതാ എന്നാ വെക്കാനാ? വെള്ളമൊന്നുമില്ല, വെച്ചോ വെച്ചോ. ഇങ്ങോട്ട് മറിയല്ലോ, പുറത്തോടെ പഠിച്ചു. അങ്ങോട്ട് അങ്ങനെ തട്ടായി തള്ളി 13 തൊട്ട് 14 ആനകളുണ്ട്. 13 കാല് തൊട്ട് വെള്ളമുണ്ട്. എവിടെ ഇടുന്നു? നമ്മുടെ വയനാട്ടിലാണ്. ഇതിനകത്താ സന്ധ്യ ബ്രോ, ഈ വെട്ടി വെച്ചിരിക്കുന്ന കരിമീനൊന്നും
ഫ്രീ ആണോ? ഒരു മിനിറ്റ്. അത് വിടുവല്ലേ? വെള്ളം പോട്ടാ. എടുത്തോ എടുത്തോ എടുത്തോ. എന്നാ അല്ലേ അങ്ങനെ ഇടാം. അപ്പുറത്തുനിന്ന് ഇടാ. ആവത്തെ ഇട്ടാ ചെറുത്താലിട്. പുതുവെള്ളത്തിൽ വന്നപ്പോൾ ആവേശം കണ്ടായിരുന്നു. ആറ്റിക്കിടന്ന് കിട്ടിയോ? അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. എന്താണ് പറഞ്ഞു? ഇത് വളർത്ത മീനല്ലെങ്കിൽ ഏത് കരിമീൻ? അത് പറയാം. ഇത് ഓഫ്